വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിരിസത്തെ മുഅ്മിനീങ്ങളെ, ഇന്ന് നിങ്ങളുടെ മുന്നുള്ള പലക്ക് പറയുമ്പോൾ ഉദ്ദേശിച്ച വിഷയം നിങ്ങളെല്ലാം മുൻതായിട്ടിരിക്കും. ഞങ്ങളെല്ലാവരും മുസ്ലിമീങ്ങളായിട്ടിരിക്കണം. മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു അമലായിട്ടിട്ട് ബാങ്ക് കൊടുക്കാണ്ടുള്ളത്. ഒരു കിടാവ് ഒരു പെത്തങ്ങ്, ഒരു കിടാവ് ഒരു ഉമ്മ, ഒരു കിടാവ് ഒരു പെത്തങ്ങ് ഫസ്റ്റ് കേൾക്കണായ ശബ്ദം അത് ബാങ്കര ശബ്ദമായിട്ടിരിക്കണം. അതുകൊണ്ടായിട്ട് കിടാവിനെ പിടിച്ചിട്ട് വലത്തെ കാതുക്ക് ബാങ്കും ഇടത്തെ കാതുക്ക് ഇഖാമത്തും ചൊന്നു കൊടുക്കരുത്. അപ്പൊ ബാങ്കുള്ള പരമസത്യായിട്ടിക്കട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അള്ളാഹു കൊണ്ടുള്ള റബ്ബ് അവനായിട്ടിക്കട എല്ലാത്ത കാണാൻ വലിയവനും ചെന്ന അർത്ഥമുണ്ടായിരിക്കത്തെ ഒരു പദം അതായിരിക്കും അല്ലാഹു അക്ബർ. അങ്ങനത്തെ ബാങ്ക് പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാണ്ട് വേറൊരു ഇലാഹില്ല ചൊന്തു നാണ് നല്ല മനസ്സുകൊണ്ട് കരുതി ഉറപ്പിച്ചിട്ട് നാവ് കൊണ്ട് വ്യക്തമാക്കി ചൊന്നുകൊണ്ടുള്ള ഹയ്യ അല സ്വലാ നിസ്കാരത്തിന് വരൂ, ഹയ്യ അലൽ ഫലാഹ് വിജയത്തിന് വരൂ ചെന്തർത്ഥമുണ്ടായിരിക്കത്തെ ഒരു ബാങ്ക്. അപ്പൊ ഈ ബാങ്ക് വലിയ മഹത്വമുണ്ട്, ബാങ്ക് ഭയങ്കര ആദരവുണ്ട്. അതുകൊണ്ട് നമ്മവും ബാങ്ക് ബഹുമാനിക്കണം, ബാങ്ക് ജവാബ് കൊടുക്കണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ചൊല്ലുമ്പോൾ അങ്ങനത്തെ ശബ്ദം നമുക്ക് ബാങ്കിൽ കേൾക്കുമ്പോൾ നമ്മവും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ചൊല്ലണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ നമ്മവും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് മുഅദ്ദിൻ ഉസ്താദ് ബാങ്കിൽ ചൊല്ലുമ്പോൾ നമ്മവും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലണം. ചൊല്ലുമ്പോൾ ഇടത്ത് ഞങ്ങൾ ഈ വിരലില്ലേ ദപ്പത്തെ വിരല്, ഞങ്ങളുടെ സൈഡിലുള്ള വിരല്, ഈ വിരല് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലുമ്പോൾ നമ്മൾ ജവാബ് ചൊല്ലണം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ചെന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് മർഹബൻ ബി ഹബീബി ഖുർറത്തി ഐൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെന്നിട്ട് ഈ രണ്ട് വിരലുകൾ ഇങ്ങനെ ഊതിയിട്ട് കണ്ണുടെ മേലെ തടകിയങ്ങ് കണ്ണുക്ക് യാതൊരു കാരണവശാലും കാഴ്ച കുറവാകുവാനുള്ള അവസ്ഥ വരലാണ്ടായിരിക്കുന്നത് മഹാമാർത്തും കണ്ടത്. ഏതായാലും അങ്ങനെ ആക്കാം. ഇതെന്നാ ചെന്ന് പറഞ്ഞത് ബാങ്ക് വലിയ മഹത്വമുണ്ട്, ബഹുമാനമുണ്ട്. ഹയ്യ അലൽ സ്വലാഹ് ചൊല്ലുമ്പോൾ ഞങ്ങൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം, ഹയ്യ അലൽ ഫലാഹ് ചൊല്ലുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ചൊല്ലുമ്പോൾ നമ്മൾ അല്ലാഹു അക്ബർ. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ അങ്ങനെ ചൊല്ലും. അത് ചെന്നിട്ടായ പിന്നെ ദുആർക്കും ബാങ്ക്. അത് കഴിഞ്ഞിട്ട് ഓരോ ആയത്തുൽ കുർസി ഓതിട്ട് തടി ഊതി അങ്ങ് വലിയ പ്രൊട്ടക്ഷൻ ആയിട്ടിരിക്കുന്നത്, ശൈത്വാന്റെ വസ്വാസനെ തൊട്ട് രക്ഷപ്പെടുന്നില്ലേ ഒരു മാർഗമായിട്ടിരിക്കണം മഹാന്മാരെ നിങ്ങൾക്ക് പടിപ്പാട്ടി തണ്ടത്. ഏതായാലും ചെന്ന് മറ്റേ ബാങ്ക് വലിയ ബഹുമാനമുണ്ട്. ബാങ്ക് കൊടുക്കുമ്പോൾ ജവാബ് ചെന്നെങ്കിൽ വലിയ കൂലിയുണ്ടോ, അതേപോലെ ബാങ്ക് കൊടുക്കുമ്പോൾ ഇത്രയെ പലക്ക പറഞ്ഞെങ്കിൽ വലിയ നാശവും ഞങ്ങൾക്ക് പറയുണ്ടോ. എന്തൊരു നാശ ബാങ്ക് കൊടുക്കുമ്പോൾ ആരെങ്കിലും പലക്ക് പറഞ്ഞാറുണ്ടായി തിന്നെങ്കിൽ അല്ല വേറെ എന്തെങ്കിലും ഒരു സൗണ്ട് ആക്കാറുണ്ടായി തിന്നെങ്കിൽ മരിക്കുന്ന ടൈമിലും ഈമാൻ ഇല്ലാണ്ട് അർത്ഥാക്കണം, ഈമാൻ ഇല്ലാണ്ട് മരിക്കണായ ദുർമരണ വന്നു പോകൂ. അതുകൊണ്ട് ജാഗ്രത ആക്കണം. എന്ത് കാരണത്താലും ബാങ്ക് കൊടുക്കുമ്പോൾ പലക്കെ പറയോ തീര കാരണം എന്റെ ബാങ്ക് ഉള്ളത് അല്ലാഹുവിന്റെ വിഷയത്തിൽ വിളിച്ചു ചൊല്ലാൻ ഒരു അനൗൺസ്മെന്റ് ആയിട്ടിരിക്കണം. ആ ടൈമിൽ നിങ്ങൾ കറക്റ്റ് അതിന് ജവാബ് ചെന്നിട്ട് ബാങ്ക് കഴിഞ്ഞ ദുആനെങ്കിൽ വലിയ മഹത്വമുണ്ട്. ബാങ്ക് കഴിഞ്ഞിട്ടുള്ള ദുആക്ക് വലിയ മഹത്വമുണ്ട്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി ചൊല്ലാ ഒരു ദുആ. അതിന്റെ അർത്ഥം നാനോട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെന്നിട്ടുണ്ട്. ചെമ്മ ആൾമാർ ചെമ്മ കാലായിട്ട് ദുആർക്കോ തുടങ്ങിയിട്ട് ചെമ്മ ആൾമാർക്ക് അതിന് അർത്ഥം ില്ല എന്ത് ചൊല്ലേ ചെന്നെങ്കിൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ, പഠിച്ചോനെ ഈ പരിപൂർണമായ വിളിയുടെ ഏത് വിളി ബാങ്ക് ചൊല്ല വിളി ഉണ്ടല്ലേ ആ വിളിയുടെ ഉടമസ്ഥനായ അല്ലാഹ്. ആ ബാങ്ക് ഫുള്ള് ചൊല്ലത് അല്ലാഹുവിനെ വിശേഷിക്കട്ടെ. അപ്പൊ ഈ ബാങ്കിന്റെ ഉടമസ്ഥനായ അല്ലാഹ് വസ്സലാത്തിൽ ഖായിമ എല്ലാ കാലവും ഇവിടെ മുറിയാണ്ട് നിലനിന്നുകൊണ്ട് എനിക്കത്തെ നിസ്കാര ആ നിസ്കാരത്തെയും ഉടമസ്ഥനായ ആ നിസ്കാരത്തുക അർഹനായ അല്ലാഹ് ആതി മുഹമ്മദൻ അൽ വസീലത വൽ ഫദീലത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ കൊടുക്കണം പഠിച്ചോനെ എന്തൊരു അൽ വസീലത വൽ ഫദീലത. വസീലത്തും ഫദീലത്തും ചൊല്ലുന്ന വലിയ സ്ഥാനം, അതുപോലെ ദറജത റഫീഅ വലിയ 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 ടോപ്പിലുള്ള റാങ്ക് ആ സ്ഥാനം നീ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ കൊടുക്കണോ.
പഠിച്ചോനെ നീ നിന്റെ ഹബീബ് മുത്തു നബിക്ക് മഖാമും മഹ്മൂദും ചൊല്ലാടിക്കാത്ത സ്ഥാനത്ത് നീ കൊടുക്കണോ. അർത്ഥ മുത്തു നബിക്ക് നീ കൊടുക്കണോണ്ടായിട്ട് അല്ലാഹു ദുആക്കുന്നത് വസീലത്തുൽ ഫളീലത വദറജത റഫീഅത വബഅസഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅത്ത വറസുഖനാ ശഫാഅതഹു യൗമൽ ഖിയാമ. പഠിച്ചോനെ ആ മുത്തു നബിയുടെ ശഫാഅത്ത് ഖിയാമത്ത് നാളിൽ നമുക്ക് തരണു പഠിച്ചോനെ. എന്തേ നിന്നിട്ട് ഇതെന്ന ദുആർക്കോ കാരണം ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. ഇങ്ങനെ ദുആർക്കുന്ന ഈ തന്നേണ്ട ഒരു പലക്ക നിങ്ങൾ ചൊല്ലുന്നു. നീ ആ പലക്ക നീന് ലംഘിക്കണമെന്നല്ല, ആ പലക്ക തന്നെ തപ്പാട്ട ആളെന്നും അല്ലല്ലോ പഠിച്ചോനെ. നീ മുത്തുനബിക്ക് ബഹുമാനിച്ചെങ്കിൽ മുത്തുനബിയെ അങ്ങനെ ആക്കിയെങ്കിൽ മുത്തുനബിയെ ഇഷ്ടം വെച്ചെങ്കിൽ അത് തന്നെ ഇത് തന്നെ ഉണ്ടല്ല. നിന്റെ മഹാന്മാർ നമുക്ക് നിന്റെ വിഷയത്തിൽ പഠിപ്പാട്ടി തണ്ട്. അങ്ങനെ താൽമാർക്കുള്ള സ്ഥാനത്തെ പറ്റി മഹാന്മാർകളെ ചൊത്തറുമ്പോൾ പഠിച്ചോനെ ആ ഒരു വിശ്വാസം നമുക്കുണ്ട്. നീ ചൊന്ന പലക്ക തപ്പുറ ആളല്ലല്ലേ. അതുകൊണ്ട് നമുക്ക് നീ ഇതെല്ലാം തരണോ, മുത്തുനബിയുടെ സ്ഥാനം ഉയർത്തണോ. മുത്തുനബിയുടെ സ്ഥാനം പിന്നും 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 മേലാവുമ്പോൾ ഞങ്ങൾ ആ മുത്തുനബിയുടെ ഉമ്മത്തി എന്ന നിരക്ക് ഞങ്ങൾക്കും അതിന് ലാഭം കിട്ടുകൊണ്ടു. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ ജവാബ് ചൊല്ലണോ, ബാങ്ക് കഴിഞ്ഞിട്ടാകുമ്പോൾ ദ്വാർക്കണോ. ഒരു ആയത്തിൽ കുറിച്ച് ഒരു തടിക്കൂതെങ്കിൽ തടിക്ക് വലിയ പ്രൊട്ടക്ഷൻ ആയിട്ട് ബാങ്ക് കൊടുക്കുന്ന ടൈമിൽ പലക്കെ പറഞ്ഞെങ്കിൽ യുഹ്ഷാ അലൈഹി സൂഉൽ ഖാത്തിമ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലകൂ ആവില്ല മരിക്കുന്ന ടൈമിലോ തടപടാട്ട് നാവിട്ടടിച്ചിട്ട് മരിക്കര് ഒരു ദുർഗതി വന്നു പോകും. അള്ളാഹു നിങ്ങളെ കാക്കട്ട്. ഈ ഒരു വിഷയം ഈ പലക്ക ഇത്രത്തോളം നിങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോൾ മുന്നിട്ട് പലക്ക പറഞ്ഞിട്ടുള്ളിക്കും അള്ളാഹു പുറത്തു തരട്ട്. മേലാൽ ഈ പലക്ക കേട്ട പിന്നെങ്കിലും ഞങ്ങൾ ജാഗ്രത ആക്കണം. ഞങ്ങളെ മക്ക പലക്ക പറയുമ്പോൾ ഇതാ പലക്ക പറയാനില്ല ദടി പലക്ക പറയാനില്ലേ അങ്ങനെ ചൊല്ലത്തീരാ. പിന്നെന്താക്കണം, നിങ്ങളും പലക്ക പറയാണ്ട കാലൊരു സിഗ്നൽ ഇങ്ങനെ അർത്ഥ വണ്ടനക്കത്തെ ഈ ചില സൂചനത്തെ പലക്ക് കൊടുത്തിട്ട് അങ്ങനെ കൊണ്ടത് പുറത്തുമ്പോൾ മക്കൾക്കും അതിൽ ചെറിയതിലേ ഒരു ഇതെന്തൊരു ബാങ്ക് കൊടുക്കും പലക്കൊരു തീരാണ്ടുള്ള ഒരു സന്ദേശം കിട്ടിക്കൊണ്ടു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങളെ മക്കളെ വളർത്തിയെടുക്കണോ. ഞങ്ങളും നല്ലാവണോ, ആൾമാരും നല്ലാക്കണോ. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.